സർവീസിലുള്ളപ്പോൾ തന്നെയാണ് തന്റെ അപ്പൻ ജോൺ സെബാസ്റ്റ്യൻ അറ്റാക്ക് വന്ന് മരിച്ചതെന്ന് ലോകനാഥന് ചായ കൊടുത്ത ശേഷം കെന്നഡി പറഞ്ഞു. SP ചുറ്റും നോക്കിയപ്പോൾ ചുവരുകളിൽ നിറയെ ഫ്രെയിം ചെയ്ത ഫോട്ടോസ് മാത്രമല്ല അവിടെയുള്ള വസ്തുക്കൾ മുഴുവനും വൃത്തിയായും വെടിപ്പായും അടുക്കി വെച്ചിരിക്കുന്നു. ലോകനാഥൻ ചായ കുടിച്ചു കഴിഞ്ഞ് കപ്പ് ടേബിളിലേക്ക് വെച്ചപ്പോൾ ഉടൻ തന്നെ കെന്നഡി ആ കപ്പെടുത്ത് ട്രേയിൽ വെച്ച് അതിലും പെർഫെക്ഷൻ നോക്കുന്നത് SP ശ്രദ്ധിക്കും. അവിടെ വെച്ചിരുന്ന ഫോട്ടോസ് എല്ലാം നോക്കുന്ന ലോകനാഥനോട് താനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണെന്നുള്ള കാര്യം കെന്നഡി അറിയിക്കും. ഇപ്പോഴും ഫിലിം ഉപയോഗിച്ച് തന്നെയാണോ ഫോട്ടോ എടുക്കുന്നതെന്ന് SP ചോദിച്ചപ്പോൾ ചില കാര്യങ്ങൾ ശീലമായാൽ അതിൽ നിന്നും പുറത്തു വരാൻ പാടാണെന്ന് അയാൾ മറുപടി കൊടുക്കും. ഫാമിലിയെ പറ്റി SP ചോദിച്ചപ്പോൾ തനിക്കൊരു മകൻ ഉണ്ടെന്നും ഡൽഹിയിൽ പഠിക്കുകയാണെന്നും ഭാര്യ 3 മാസം മുന്നേ മരിച്ചുപോയെന്നും നാളെ തന്റെ 31ാമത്തെ വിവാഹ വാർഷികമാണെന്നും 1979 താൻ വിവാഹം ചെയ്തത് എന്ന് കെന്നഡി പറഞ്ഞപ്പോൾ പെട്ടെന്ന് ലോകനാഥന് കെന്നഡിയുടെ അപ്പൻ ജോൺ സെബാസ്റ്റ്യൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന കൊലപാതകങ്ങളിൽ അവസാനത്തേത് നടന്നതും 1979 ഓർമ്മ വരും. 79 ശേഷം ഇപ്പോഴാണ് അതുപോലെയുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത്. അതേസമയം പ്രകാശ് സെൻട്രൽ ലൈബ്രറിയിലെത്തി 1973 മുന്നേ പബ്ലിഷ് ചെയ്ത പ്രഷർ പോയിന്റുമായി ബന്ധപ്പെട്ട ബുക്കുകൾ പരിശോധിക്കും. അതിൽ വൈറ്റൽ പോയിന്റ് സ്ട്രെസ് എന്ന പുസ്തകം ഒരാൾ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അത് ആരാണെന്ന് പഴയ രജിസ്റ്ററുകൾ നോക്കി മനസ്സിലാക്കിയ പ്രകാശ് ലോകനാഥന് ഫോൺ ചെയ്യും. ആ സമയം ലോകനാഥൻ കെന്നഡിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. പ്രകാശ് ലോകനാഥനോട് പറഞ്ഞു, നമ്മൾ അന്വേഷിക്കുന്ന കൊലപാതകിയുടെ പേര് കെന്നഡി എന്നാണ്. ഇത് കേട്ട ലോകനാഥൻ പറഞ്ഞു, അതെനിക്കറിയാം, ഞാൻ ഇത്രയും നേരം അയാളോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ലോകനാഥൻ കാറിൽ കയറി പോകുന്നത് ജനലിലൂടെ കെന്നഡി കാണുന്നുണ്ടായിരുന്നു.